ശ്രീ കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിക്ക് പിന്നാലെ ബി.ജെ.പിയിൽ തർക്കം. പരാതിക്ക് പിന്നിൽ രാജീവ് ചന്ദ്രശേഖർ വിഭാഗമാണെന്ന് വി മുരളീധരൻ പക്ഷം ആരോപിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റേത് വി.ഡി. സതീശനുമായുള്ള ഒത്തുകളിയാണെന്നാണ് ഇവരുടെ ആക്ഷേപം. കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്നും. വിജിൻ, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയിൽ കൃഷ്ണകുമാറിനെ സമ്പൂർണ്ണമായും സംരക്ഷിക്കാനാണോ മുരളീധരൻ പക്ഷത്തിന്റെ തീരുമാനം? അവരെന്താണ് പ്രതിരോധമായി ഉയർത്തുന്ന വാദം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സി കൃഷ്ണകുമാറിനെതിരായി പുതിയ നേതൃത്വം, രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തഴഞ്ഞ് വൈസ് പ്രസിഡന്റ് ആക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കോർ കമ്മിറ്റിയിലുണ്ടെങ്കിലും അത്തരം നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാറിനെതിരെ ഉയർന്നിട്ടുള്ള പീഡനാരോപണം എന്നുള്ള വാദമാണ് നിലവിൽ വി മുരളീധരൻ പക്ഷം ഉയർത്തുന്നത്. സി കൃഷ്ണകുമാറിനെതിരെ നടന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഏകപക്ഷീയമായി പാർട്ടിയെ വരുതിയിലാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നടക്കുന്നത് എന്നും വി മുരളീധരൻ പക്ഷം ആരോപിക്കുകയാണ്. ഇതിന് പിന്നിൽ വി.ഡി. സതീശനുമായി ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ വി മുരളീധരൻ പക്ഷം ഉയർത്തുന്നത്. എന്തായാലും സി കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുന്നത് നേരത്തെ തന്നെ ഭൂമി തട്ടിപ്പുമായി ഒക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഒക്കെ ഉണ്ടായ ഒരു കേസാണ്. അത് കോടതിയിൽ ഉൾപ്പെടെ എത്തുകയും കോടതി അത് തള്ളുകയും ചെയ്തതാണ്. അതും വിജിൻ പറയും അങ്ങനെ ഒരു കേസാണ്. അത് നേരത്തെ തന്നെ തള്ളിയതാണ്. ഇത് പാർട്ടിയിലും നേരത്തെ വന്നിരുന്ന ഒരു ആരോപണമാണ്, പരാതിയാണ്. ആ പരാതി പാർട്ടി പരിശോധിക്കുകയും ചെയ്തതാണ്. അതിൽ കഴമ്പില്ല എന്ന് കണ്ടിരുന്നതാണ്. അതാണ് ഇപ്പോൾ വീണ്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പീഡന കേസുമായി ബന്ധപ്പെട്ട് ലൈംഗികാരോപണവും ഒക്കെയായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പുകയുന്നതിനിടെ വീണ്ടും പൊടുതിട്ട് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. പുതിയ പരാതിയുമായി പരാതിക്കാരി എത്താനുള്ള കാരണം അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് നിലവിൽ വി മുരളീധരൻ പക്ഷം ആരോപിക്കുന്നത്. അത് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് നിലവിൽ വി മുരളീധരൻ പക്ഷത്തെ എല്ലാ നേതാക്കളും ഉയർത്തുകയും ചെയ്യുന്നത്. പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയ തരത്തിലുള്ള തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലും രാജീവ് ചന്ദ്രശേഖരോ ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായുള്ളവരോ അതിൽ ഒരു അക്ഷരം പോലും മിണ്ടാൻ തയ്യാറായിട്ടില്ല. പത്മജ വേണുഗോപാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ഒപ്പം തന്നെ വി മുരളീധരൻ ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും അതിൽ കൃത്യമായ ഒരു പ്രതികരണമോ ഒന്നും നടത്താൻ ഈ രാജീവ് ചന്ദ്രശേഖർ വിഭാഗം തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സി കൃഷ്ണകുമാർ സ്വീകരിച്ചിരിക്കുന്നു. പാലക്കാട് വലിയ പ്രതിഷേധം സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഉയർത്തുകയും ചെയ്തത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിൽ വി.ഡി. സതീശനുമായുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായി ഇപ്പോൾ ഈ പരാതി വീണ്ടും എത്തിയിരിക്കുന്നത്. ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയും നേരത്തെ പാർട്ടി പരിശോധിക്കുകയും ഒക്കെ ചെയ്ത വിഷയത്തിലാണ് ഇപ്പോൾ പുതിയ പരാതിയായി വരുന്നത്. പരാതി പുറത്തുപോയതിലും ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വിഭാഗമാണോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയവും ഇവർ ഉന്നയിക്കുന്നുമുണ്ട്. അങ്ങനെ പുതിയൊരു വിഭാഗീയതയിലേക്കാണ് നിലവിൽ ഇപ്പോൾ സി കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ സി കൃഷ്ണകുമാറിനെ വൈസ് പ്രസിഡന്റാക്കിയതിലും ഒപ്പം തന്നെ മോർച്ച ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ ഉൾപ്പെടെ പൂർണ്ണമായും വി മുരളീധരൻ പക്ഷത്തെ തഴഞ്ഞതിലുള്ള ഒരു വലിയ തരത്തിലുള്ള അതൃപ്തിയൊക്കെ ബി.ജെ.പിയിൽ ഉയർത്തുകയും ഒക്കെ ചെയ്തതാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ വലിയ രീതിയിൽ പുതിയ നേതൃത്വത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം, വിമർശനം ഒക്കെ വി മുരളീധരനും ഒപ്പം തന്നെ കെ സുരേന്ദ്രനും ഒക്കെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയിലാണ് ഇപ്പോൾ ഈ പീഡന പരാതിയും ഉയർന്നു വന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ നിലവിൽ വി മുരളീധരൻ പക്ഷം ഉയർത്തുന്നത്.